അടിപൊളി പടമാണ്. എല്ലാവരും വരട്ടെ, കംപ്ലീറ്റ് കവറേജ് കിട്ടും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ എനിക്ക് കവറേജാണ് ഈ കുറവാണ്. ഇത് എൻ്റെ പ്രോബ്ലം. എൻ്റെ പുനടവേ അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവർ തിങ്ങി നിന്നാലാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുള്ളൂ. അത് മാക്സിമം അത് തിരക്കിലാവട്ടെ മോനെ. ഓക്കെ, ഫുൾ പവർ ഇങ്ങോട്ട് പറഞ്ഞു തരണ്ട, ഞാൻ എൻ്റെ കയ്യിലുള്ള അകലിടാം. ഓക്കെ, അപ്പം പടം പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രൊഡക്ഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനുമ്പ് ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചവിട്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ സിനിമയാണ്, ഒരു അക്കാഡമി സിനിമയാണ്. അപ്പം ഉറക്കെ പറയണം, ഞാനിങ്ങനെയാണ് ഭയങ്കര മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. പെറ്റ് ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ കോമഡി ജോണറിൽപ്പെട്ട പടമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. പിന്നെന്താ, എല്ലാവരും ഉണ്ട് ഇതിൽ. വിനയ് ഫോർട്ട് ഉണ്ട്. നമ്മൾ കാണുന്ന ഡിറ്റക്റ്റീവിൽ വ്യത്യസ്തമായിരിക്കും. ഡിറ്റക്റ്റീവിൽ വ്യത്യസ്തമായിരിക്കും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ. ഡിറ്റക്റ്റീവിൽ പൊതുവിൽ കാണുന്ന രണ്ട് ഡിറ്റക്റ്റീവ് പറയും, പറഞ്ഞോളൂ. പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അതെ, അപ്പം തന്നെ ഡിഫറെൻ്റ് ആയില്ലേ. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനൊരു ഐഡിയ നമ്മൾ നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു, എനിക്ക് തോന്നുന്നു. കോവിഡ് ടൈമിൽ മുതലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണിത്. അപ്പോൾ ഈ സമയത്താണിത് ഓണായത്. അത് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളന്ന് ഒരുമിച്ച് കുറേ പേരുണ്ടായിരുന്നു. അപ്പം കോവിഡ് ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം കണ്ടില്ല, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ അതിങ്ങനെ എല്ലാവർക്കും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിലേക്ക്. കാര്യമായിട്ട് പ്രൊഡക്ഷൻ ഇറങ്ങുമല്ലോ, ലൈനപ്പ് ചെയ്തിട്ടുണ്ടോ പ്രൊജക്ട്സ്? അതോ ഇല്ല, ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറണം. കാസ്റ്റ് അനുപമ, വിനയ്, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ കാസ്റ്റുകളുണ്ട്. കുറച്ചൊക്കെ സർപ്രൈസ് ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അങ്ങനെയാണ് പരിപാടി. കുറച്ച് രഞ്ജിത്ത് പണിക്കർ. ലൊക്കേഷൻ എറണാകുളത്ത് തന്നെയാണ് കൂടുതലും ഷൂട്ട് വരുന്നത്. കൂടുതലെന്ന് വെച്ചാൽ 90% ഷൂട്ട് എറണാകുളത്ത് തന്നെയാണ്. റിലീസ് ഈ വർഷത്തേക്ക് തന്നെ ഉണ്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ട്? എൻ്റെ കയ്യിൽ അതിന് മാത്രം സെറ്റപ്പ് ഇല്ല. റിലീസൊക്കെ ചെയ്യണം. നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ ഒരു ഫെസ്റ്റിവൽ, ഒരു വെക്കേഷൻ പടമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. എനിക്ക് അങ്ങനെ ഒന്നും തീരുമാനം എൻ്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല. കാരണം സിനിമ ചെയ്ത് തീർന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും. വലിയ പടമാണോ? ഇല്ല, ഒറ്റ ഷെഡ്യൂളിലൊക്കെ തീരുന്നത്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും എല്ലാവരും നമ്മുടെ ക്യാമ്പ് തന്നെയാണ്. ഇത് പ്രനീഷ് ആലുവയിലുള്ള നമ്മുടെ കാലാകാലങ്ങളായിട്ട് പ്രനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പേ ആൽബം ഒക്കെ ചെയ്ത് നടന്ന ഒരു ഡൂഡാണ് പ്രനീഷ്. പക്ഷേ പ്രനീഷ് ഒന്ന് ഒരു വർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ ഡിലേ എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രനീഷിൻ്റെ ഇത്രയും കാലത്തെ എല്ലാ ഇതും ആ സിനിമയിൽ കാണുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അൽഫോൺസ് ഗാങ് വീണ്ടും എല്ലാം തീർച്ചയായും ഞങ്ങളെല്ലാവരും പൂജയ്ക്ക് നമ്മൾ അനുപമയെ പ്രതീക്ഷിച്ചിരുന്നു. അതെ, നിന്നെ പറ്റിച്ചു ഞാൻ. ആക്ച്വലി അനുപമ അവിടെ തിരുനെൽവേലിയായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഫസ്റ്റ് ഡേ വരുന്നതല്ല. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, റിലാക്സ് ആയിട്ട് വരാമെന്ന്. തിരുനെൽവേലിയിൽ നിന്ന് മധുരയിൽ നിന്ന് ചെന്നൈ അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് വേണം വരാൻ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഉച്ചയ്ക്കാവുമ്പോൾ എത്തും. എങ്ങനെ സിനിമയിലേക്ക് വരുന്നത്? ഫ്ലൈറ്റിനാണ് വരുന്നത്. ഇന്നാവുന്നത് എങ്ങനെയാണ് സിനിമയിലേക്ക്? വിളിച്ച് സംസാരിച്ച് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അനുപമയായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ അനുപമ തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രനീഷിൻ്റെ ഐഡിയയിൽ നമുക്ക് ആദ്യം അനുപമ തന്നെയായിരുന്നു. പക്ഷേ അനുപമയുടെ അവിടുത്തെ ഡേറ്റ്സ് ഭയങ്കര ടൈറ്റാണെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് അനുപമ ഭാഗ്യത്തിന് ഈ ടൈമിൽ വിളിച്ചപ്പോൾ നല്ല ഉണ്ട്. ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയിരുന്നു. അല്ലെങ്കിൽ ഈ സമയം കിട്ടി. മാരി സെൽവരാജ് പടം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അനുപമയുടെ ഡേറ്റും ഇതിലായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ടെക്നിക്കലി എല്ലാവരും ഡേറ്റും കാര്യങ്ങളൊക്കെ മാച്ച് കുറേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സിനിമകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ സിനിമയും മാറ്റി വയ്ക്കും. അങ്ങനെ എൻ്റെ സിനിമ ഉള്ളതുകൊണ്ട് വീണ്ടും പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഷൂട്ട് നടക്കാൻ വേണ്ടി മാത്രം. ഭയങ്കര ജയവിഷ്ണു അല്ലാതെ തന്നെ കൂട്ടുകെട്ടാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, മധുരമനോഹര മോഹത്തിന് ശേഷമുള്ള കൂട്ടുകെട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനതിനെ ഒരു ജയവിഷ്ണു കൂട്ടുകെട്ടായിട്ട് കാണുന്നൊന്നുമില്ല. എപ്പോഴും കൂടെ ഉള്ള ഒരു ആളുടെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ് സിനിമയെ കുറിച്ചപ്പോൾ. ആ രീതിയിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും ഉണ്ട് കൂടെ, എല്ലാവരും ഇപ്പോൾ ആനന്ദടക്കം എല്ലാവരും ഉണ്ട്. അത്യാവശ്യം നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ട്. പ്രേമൻ ടീമിൽ എല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ
അതെ ആ ക്രൗഡ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം ആ ഏരിയയിൽ നിന്നുണ്ട്, ആക്ടേഴ്സും കുറേ പേരുണ്ട്. അല്ല ചൂട് നിർത്തല്ല, നിങ്ങൾ മടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. ഇന്ന് മാക്സിമം ഉത്തരങ്ങളായിരുന്നു എൻ്റെ മടുത്തല്ലേ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.